ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടമ്മമാർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. സവാളയും സോപ്പും മിക്സിയിലിട്ട് ഇങ്ങനെ ചെയ്താൽ അടുക്കളയിൽ വലിയൊരു തലവേദന മാറിക്കിട്ടും. ഇതിനായിട്ട് ഞാനിവിടെ ഇടത്തരം വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പിന്നെ ഇതിനായിട്ട് നല്ല സവാളയൊന്നും വേണമെന്നില്ല കേട്ടോ, കേടായ സവാള ആയാലും മതി. ചെറുതായി മുറിച്ചെടുത്ത സവാള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല മണമുള്ള ഒരു സോപ്പ് വേണം. ഒരല്പം സോപ്പ് ഗ്രേറ്റ് ചെയ്ത് സവാളയിലേക്ക് ഇട്ടുകൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂൺ സോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ സവാളയും സോപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ഡെറ്റോൾ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുലുക്കി മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മാജിക് സ്പ്രേ ഇവിടെ റെഡി ആയിട്ടോ. പല്ലി, പാറ്റ, ഈച്ച എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള ഒരു കിടിലൻ സ്പ്രേയാണിത്. ചക്കയും മാങ്ങയും ഒക്കെ പഴുക്കുന്ന ഈ സീസണിൽ ഈച്ചയുടെ ശല്യം വളരെ കൂടുതലായിരിക്കും. ദോഷകരമായ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ ഈച്ചയെ അകറ്റി നിർത്താനുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ പല്ലി, പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനും നല്ലൊരു സൊല്യൂഷനാണിത്. എത്ര വൃത്തിയോടെ സൂക്ഷിച്ചാലും ചില സമയങ്ങളിൽ ഈച്ചയുടെ ശല്യം വളരെ കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് അടുക്കളയിലും ഡൈനിങ് ടേബിളിലൊക്കെ. ഈച്ചയുടെ ശല്യം ഉള്ള സമയത്തും ഈച്ച വരാതിരിക്കാനുമായിട്ട് നമ്മുടെ ഈ മാജിക് സ്പ്രേ കിച്ചൺ കൗണ്ടർ ടോപ്പിലും കിച്ചൺ സ്ലാബിലും ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന് മുകളിലും അതിൻ്റെ സൈഡിലുമൊക്കെ ഇത് സ്പ്രേ ചെയ്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. നമ്മുടെ മാജിക് സ്പ്രേയുടെ ആ പ്രത്യേക സ്മെല്ല് കാരണം ഈച്ച, പല്ലി, പാറ്റ എന്നിവയൊന്നും ആ ഭാഗത്തേക്ക് അടിക്കില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്